ഹലോ ഹായ് ഓൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പകുതി നിർത്തി വെച്ചെടുത്തു നിന്നാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് ഒരു വെൽക്കം സ്പീച്ചൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AR VR കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി അവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ സമയത്താണ് വീഡിയോ ലോങ് ആയി ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ AR എന്താണ്, VR എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം. AR VR എന്ന് പറയുമ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി ആണ്. അതായത് പരിശീലനം, അറ്റകുറ്റപ്പണികൾ, ഡിസൈൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഇമേഴ്സീവ് സാങ്കേതിക വിദ്യകളാണിവ. AR എന്ന് പറയുമ്പം ഭൗതിക സാഹചര്യങ്ങൾക്ക് മുകളിൽ ഡിജിറ്റൽ വിവരങ്ങൾ, അതായത് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡയഗ്രാമുകളൊക്കെ നൽകുന്നവയാണ്. VR എന്ന് പറയുന്നത് പരിശീലനത്തിനായി പൂർണ്ണമായും ഡിജിറ്റലായ ഒരു കൃത്രിമമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയാണ്. ഉദാഹരണം ബോയിങ് ആണ്. വിമാനങ്ങളിലെ വയറിംഗ് ജോലികൾക്കായിട്ട് സാങ്കേതിക വിദഗ്ധരെ സഹായിക്കാൻ AR ഗ്ലാസുകൾ ഉപയോഗിക്കുന്നു. അതാണ് ഉദാഹരണം. നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി. അപ്പം ഇതോടുകൂടി നമ്മുടെ ടെക്നോളജീസ് ഓഫ് ഇൻഡസ്ട്രിയിലെ 9ാമത്തെ പോയിൻ്റായിട്ട് ലാസ്റ്റ് പോയിൻ്റ് 9ാമത്തെ പോയിൻ്റാണ്. ഇതോടുകൂടി അത് തീരുകയാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വ്യവസായങ്ങൾ ഡിജിറ്റൽ ആകുമ്പോൾ സൈബർ ആക്രമണ സാധ്യതകളും കൂടുന്നു. ഡേറ്റയുടെയും സിസ്റ്റങ്ങളുടെയും രഹസ്യാത്മകവും സുരക്ഷിതത്വവും സൈബർ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു. എൻക്രിപ്ഷൻ, ഫയർവാളുകൾ, സുരക്ഷിത നെറ്റ്വർക്ക് പ്രോട്ടോക്കോളുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് 2017 വാനാക്രൈ റാൻസം വെയർ ആക്രമണം ശക്തമായ സൈബർ സെക്യൂരിറ്റികളുടെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടെക്നോളജീസ് ഓഫ് ഇൻഡസ്ട്രിയുടെ പോയിൻറ്റ്സ് ഇവിടെ തീരുകയാണ്. 9 പോയിൻറ്റ്സ് ആണുള്ളത്. മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നാണ്. എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഡിജിറ്റലൈസേഷനെയും നെറ്റ്വർക്ക് എക്കോണമിയെയും കുറിച്ചിട്ടാണ്. എന്താണ് ഡിജിറ്റലൈസേഷൻ, എന്താണ് നെറ്റ്വർക്ക് എക്കോണമി എന്ന് നമുക്ക് നോക്കാം. ആധുനിക സമ്പദ് വ്യവസ്ഥ ഡിജിറ്റലൈസേഷനിലൂടെയും നെറ്റ്വർക്ക് എക്കോണമിയുടെ വളർച്ചയിലൂടെയുമാണ് രൂപപ്പെടുന്നത്. ഡിജിറ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം. വിവരങ്ങളും പ്രക്രിയകളും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്ന പ്രക്രിയയാണിത്. അതായത് പേപ്പർ ജോലികൾ കുറയ്ക്കുകയും സുതാര്യത കൂടുകയും ചെയ്യുന്നു. ഇ-കൊമേഴ്സ്, ഓൺലൈൻ ബാങ്കിങ് എന്നിവ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ബാങ്കിങ്ങിൽ പേടിഎം, ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ 24/7 സാമ്പത്തിക സേവനങ്ങൾ എളുപ്പമാക്കി എന്നുള്ളത് അല്ലേ. ഇനി നെറ്റ്വർക്ക് എക്കോണമിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും നെറ്റ്വർക്കുകളിലൂടെയും ബിസിനസ്സുകൾ, വിതരണക്കാർ, ഉപഭോക്താക്കൾ എന്നിവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് നെറ്റ്വർക്ക് എക്കോണമി എന്ന് പറയുന്നത്. യഥാർത്ഥ സമയത്ത്, അതായത് റിയൽ ടൈമിൽ ബിസിനസ്സുകൾക്ക് പരസ്പരം സഹകരിക്കാനും വേഗത്തിലുള്ള സേവനങ്ങൾ നൽകാനും സാധിക്കുന്നുണ്ട്. ഉദാഹരണം ആലിബാബയുടെ സ്മാർട്ട് ലോജിസ്റ്റിക്സ് പ്ലാറ്റ്ഫോം, ഊബർ, ഓല എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവയൊക്കെ ഉപഭോക്താക്കളും വിതരണക്കാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോംസാണ് അല്ലേ. അപ്പോൾ ഇവയൊക്കെ ഒരു നെറ്റ്വർക്ക് എക്കോണമിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രി 4.0യുടെ ശക്തികളും പ്രാപ്തകരും, അതായത് ഡ്രൈവേഴ്സ് ആൻഡ് ഇനേബിളേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രൈവേഴ്സ് ആൻഡ് ഇനേബിളേഴ്സിനെ പറയുന്നു. അതിൽ ഡ്രൈവേഴ്സ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഉപഭോക്തൃ പ്രതീക്ഷകളാണ് അല്ലേ. എന്താണ് ഗുണനിലവാരമുള്ളതും വേഗത്തിലുള്ളതുമായ വ്യക്തിഗത സേവനങ്ങൾ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ആഗോള മത്സരമാണ്. ആഗോള വിപണിയിൽ നിലനിൽക്കാൻ ബിസിനസ്സുകൾ സാങ്കേതിക നിലവാരം ഉയർത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് സാങ്കേതിക മുന്നേറ്റങ്ങൾ. AI, 3D പ്രിൻറ്റിംഗ്, IoT എന്നിവയിലുണ്ടായ പുരോഗതി ഡിജിറ്റൽ മാറ്റമുണ്ടാക്കി. നാലാമത്തെ പോയിൻ്റാണ് സുസ്ഥിര ആവശ്യങ്ങൾ അല്ലേ. അതായത് സസ്റ്റൈനബിലിറ്റി റിക്വയർമെൻറ്റ്സ്. ഹരിത സാങ്കേതിക വിദ്യകളും പുനരുപയോഗ ഊർജവും സ്വീകരിക്കാൻ വ്യവസായങ്ങൾ നിർബന്ധിതരാകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എനേബിളറുകളാണ്. എനേബിളറുകൾ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഫസ്റ്റ് പോയിൻ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. വ്യാവസായിക ഡാറ്റ സംഭരിക്കാനും പങ്കിടാനും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ചെലവ് കുറഞ്ഞ സെൻസറുകളും IoT ഉപകരണങ്ങളും. ചെറുകിട ബിസിനസ്സുകൾക്ക് പോലും സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ സഹായിക്കുന്നവയാണ്.
3 എന്ന് പറയുന്നത് 5G കണക്ടിവിറ്റിയാണ്. അതിവേഗത്തിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്നു. 4-മത്തേത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. വൻതോതിലുള്ള ചെലവില്ലാതെ അത്യാധുനിക ടൂളുകൾ ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് നമ്മൾ ഡ്രൈവറുകളും എനേബിളറുകളിലും പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ചലഞ്ചസ് ആണ്. ഇൻഡസ്ട്രി 4.0 നേരിടുന്ന വെല്ലുവിളികളും പ്രേരക ശക്തികളുമാണ് പറയുന്നത്. ആദ്യം തന്നെ നമുക്കതിൻ്റെ ഫസ്റ്റ് പ്രേരക ശക്തികൾ പറയാം. ഓക്കെ, ഒന്നാമത്തേതാണ് മത്സരാധിഷ്ഠിത സമ്മർദ്ദം, കോമ്പറ്റിറ്റീവ് പ്രഷർ. കമ്പനികൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രി 4.0 സാങ്കേതിക വിദ്യകൾ അത്യാവശ്യമാണ്. പുതുമകൾ കൊണ്ടുവരാത്ത കമ്പനികൾ വിപണി നഷ്ടപ്പെടും. പിന്നെ പറയുന്നതാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എല്ലാവരെയും മെച്ചപ്പെടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. റോബോട്ടിക്, AI എന്നിവ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം, റോബോട്ടുകളും AI ഉപയോഗിക്കുന്നുണ്ട് കമ്പനി AIക്ക്, അതായത് റോബോട്ടുകളും AI ഉപയോഗിക്കുന്ന കമ്പനി Aക്ക് 1 മണിക്കൂറിൽ 1000 മൊബൈൽ ഫോണുകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ പറ്റും. എന്നാൽ മാനുവൽ പ്രക്രിയകൾ ഉപയോഗിക്കുന്ന കമ്പനി Bക്ക് 300 ഫോണുകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉപഭോക്താക്കൾ സ്വാഭാവികമായിട്ടും കമ്പനി A തിരഞ്ഞെടുക്കും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഒരു ഉദാഹരണമായിട്ട് പറയണത്. വേഗത്തിൽ മാറുന്ന വ്യവസായങ്ങളിൽ സമ്മർദ്ദം കൂടുതലാണ്. ഫോർമുല 1 റേസിംഗ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിൽ മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ്. ഉദാഹരണം എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് രംഗത്ത് ഇപ്പോൾ EV സാങ്കേതിക വിദ്യയും സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചറുകളിലുമാണ് മത്സരം നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ വെല്ലുവിളികളാണ്. ഇൻഡസ്ട്രി 4.0ൻ്റെ വെല്ലുവിളികളാണ് ചലഞ്ചസ് ഓഫ് ഇൻഡസ്ട്രി 4.0. ഫസ്റ്റ് വൺ, ഉയർന്ന പ്രാരംഭ നിക്ഷേപമാണ്. ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിന് വേണ്ടത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അഡ്വാൻസ്ഡ് ഡേറ്റ അനാലിറ്റിക്സ് തുടങ്ങിയ ഇൻഡസ്ട്രി 4.0 സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതിന് വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം ആവശ്യമാണ്. സ്മാർട്ട് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് പുതിയ യന്ത്രങ്ങൾ വാങ്ങുക മാത്രമല്ല, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ സമന്വയിപ്പിക്കേണ്ടതുണ്ട്. വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഇത്തരം ചെലവുകൾ താങ്ങാൻ കഴിഞ്ഞേക്കും. എന്നാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അതായത് സ്മോൾ എൻ്റർപ്രണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പലപ്പോഴും ഇത്തരം വിഭവങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. രണ്ടാമത്തെ പോയിൻ്റാണ് നൈപുണ്യ വ്യത്യാസം. തൊഴിലാളികൾക്ക് പുനർപരിശീലനം നൽകേണ്ടതിൻ്റെ ആവശ്യകത. സ്കിൽ ഗ്യാപ്പ്, നീഡ് ഫോർ റെസ്കില്ലിംഗ് വർക്കേഴ്സ്. ഓക്കെ, അത് പറയണത് നിലവിലുള്ള തൊഴിലാളികളുടെ നൈപുണ്യവും ഡിജിറ്റൽ വ്യവസായങ്ങളുടെ ആവശ്യകതകളും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇൻഡസ്ട്രി 4.0 നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. മാനുവൽ ജോലികൾ, പരമ്പരാഗത യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ കഴിവുകൾ AI, ഡേറ്റ അനലിറ്റിക്സ്, റോബോട്ടിക്സ് എന്നിവ നിയന്ത്രിക്കുന്ന ഒരു ലോകത്ത് അപര്യാപ്തമാണ്. കോഡിംഗ്, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ സിസ്റ്റം മെയിൻ്റെനൻസ് തുടങ്ങിയ മേഖലകളിൽ തൊഴിലാളികൾക്ക് ഇപ്പോൾ പരിശീലനം ആവശ്യമാണ്. കൃത്യമായ പുനർപരിശീലനവും നൈപുണ്യ വികസന പരിപാടികളും ഇല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് സൈബർ സുരക്ഷാ ഭീഷണികൾ, സൈബർ സെക്യൂരിറ്റി റിസ്കുകൾ. വ്യവസായങ്ങൾ IoT ഉപകരണങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ സപ്ലൈ ചെയിൻ എന്നിവയിലൂടെ കൂടുതൽ പരസ്പരം ബന്ധിക്കപ്പെടുമ്പോൾ സൈബർ ആക്രമണങ്ങളുടെ ഭീഷണി ഗണ്യമായി വർദ്ധിക്കുന്നു. രഹസ്യ വിവരങ്ങൾ ചോർത്താനും ഉൽപ്പാദനം തടസ്സപ്പെടുത്താനും ഹാക്കർമാർ സുരക്ഷാക്കുറവുകളുള്ള സിസ്റ്റങ്ങളെ ലക്ഷ്യമിടുന്നു. സൈബർ ആക്രമണങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടത്തിനും അന്തസ്സിന് കളങ്കം വരുത്തുന്നതിനും കാരണമാകുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2017 വാനാക്രൈ, റാൻസംവെയർ ആക്രമണം ആരോഗ്യ സംരക്ഷണം, ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള ആഗോള കമ്പനികളെ ബാധിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇനി നാലാമത്തെ പോയിൻ്റാണ് പരമ്പരാഗത വ്യവസായങ്ങളിൽ മാറ്റങ്ങളോടുള്ള വിമുഖത, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രി 4.0ൻ്റെ ഗുണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പരമ്പരാഗത വ്യവസായങ്ങൾ പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെടുമെന്ന ഭയം, ഡിജിറ്റൽ സാധ്യതകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, നിക്ഷേപത്തിന്മേലുള്ള ലാഭത്തിനെക്കുറിച്ചുള്ള സംശയം എന്നിവ ഇതിന് കാരണമാകുന്നു. പല കമ്പനികളും തങ്ങളുടെ പരമ്പരാഗത ബിസിനസ് രീതികളിൽ ഉറച്ചു നിൽക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് AI, ഓട്ടോമേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട നിയന്ത്രണപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങൾ, റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. AI, റോബോട്ടിക്സ് എന്നിവയെ അമിതമായി ആശ്രയിക്കുന്നത് ഗുരുതരമായ ധാർമ്മികവും നിയമപരവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഉദാഹരണത്തിന്, ഒരു സ്വയംഭരണ യന്ത്രം, ഒരു ഓട്ടോണമസ് മെഷീൻ
തെറ്റ് വരുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിർമ്മാതാവിനാണോ പ്രോഗ്രാമർക്കാണോ അതോ അത് പ്രവർത്തിപ്പിക്കുന്ന ആൾക്കാണോ? കൂടാതെ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം തടയാൻ വ്യവസായങ്ങൾ ഓട്ടോമേഷനും മനുഷ്യവിഭവശേഷിയും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തണം. ഡേറ്റ സ്വകാര്യത, അൽഗോരിതങ്ങളിലെ പക്ഷാപാതം, നിരീക്ഷണം എന്നിവയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഫസ്റ്റ് തന്നെ ഒരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്. അതിൻ്റെ ഒരു അനാലിസിസ് ആണ്. സീമെൻസ് ആംബർഗ് ഇലക്ട്രോണിക്സ് പ്ലാന്റ്, ജർമ്മനിയിലെ ഒരു കേസ് സ്റ്റഡി പറയുകയാണ്. പശ്ചാത്തലം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാവാറിയയിലെ സീമെൻസ് പ്ലാന്റ് വ്യാവസായിക ഓട്ടോമേഷനിലെ പ്രധാന ഘടകമായ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളുകൾ PLCs ഉൽപ്പാദിപ്പിക്കുന്നു. 1989 സ്ഥാപിതമായ ഈ പ്ലാന്റ് കൃത്യത ഉറപ്പാക്കുന്നതിനും തകരാറുകൾ കുറയ്ക്കുന്നതിനും ആഗോള മത്സരക്ഷമത നിലനിർത്തുന്നതിനും വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗുണനിലവാര നിയന്ത്രണം. 1980കളുടെ അവസാനത്തിൽ 10 ലക്ഷം ഉൽപ്പന്നങ്ങളിൽ 500 എണ്ണം വീതം തകരാറുള്ളവയായിരുന്നു. ഇത് വലിയ നഷ്ടത്തിന് കാരണമായി. ഉൽപ്പന്നങ്ങളുടെ നവീകരണ ചക്രങ്ങൾ കുറഞ്ഞതോടെ പരമ്പരാഗത നിർമ്മാണ രീതികൾ അപര്യാപ്തമായി. ഏഷ്യൻ നിർമ്മാതാക്കൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ജർമ്മൻ പ്ലാന്റുകളെ ബാധിച്ചു. ആഗോള മത്സരങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരമായി അവർ ചെയ്തതാണ് ഇൻഡസ്ട്രി 4.0 മാറ്റം. ദ സൊല്യൂഷൻ ആണ് പറയുന്നത് ഡിസൈൻ ആൻഡ് ഉൽപ്പാദനത്തിൻ്റെ ഡിജിറ്റലൈസേഷൻ. ഡിജിറ്റൽ ട്വിൻസുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചു. ഓട്ടോമേഷൻ ആൻഡ് IoT സംയോജനം. യന്ത്രങ്ങൾ, സെൻസറുകൾ, IT സിസ്റ്റങ്ങൾ എന്നിവ പരസ്പരം ബന്ധിപ്പിച്ചു. റിയൽ ടൈം ഡേറ്റ അനലിറ്റിക്സ്. ഉൽപ്പാദന ഡേറ്റ നിരന്തരം വിശകലനം ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. സൈബർ ആൻഡ് ഫിസിക്കൽ സിസ്റ്റം CPS. ശാരീരിക പ്രക്രിയകളെ ഡിജിറ്റൽ സിസ്റ്റങ്ങളുമായി ദൃഢമായി സംയോജിപ്പിച്ചു. ഇതിൻ്റെ ഒരു ഔട്ട്കം, അതായത് ഇത്രയും അവർ ചെയ്തപ്പോൾ, ഒരു പ്രോബ്ലം സോൾവിങ്ങിനായിട്ട് ചെയ്തപ്പോൾ അതിനുണ്ടായ ഫലം എന്ന് വെച്ചാൽ തകരാറുകളിൽ കുറവുണ്ടായി. 10 ലക്ഷത്തിൽ 500 തകരാറുകൾ ഇന്ന് 12ൽ താഴെയായി കുറഞ്ഞു. ഉൽപ്പാദനക്ഷമത 99.99% ഉൽപ്പാദന കൃത്യത കൈവരിച്ചു. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വലിയ ഓർഡറുകൾ പോലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പ്ലാന്റിന് സാധിക്കുന്നു. ഇന്നും അത് സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മളൊരു കേസ് സ്റ്റഡി ഇതുപോലെ തന്നെ നമ്മൾക്ക് നോക്കാനുണ്ട്. അത് ടാറ്റ സ്റ്റീൽ. ഇന്ത്യയിലെ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. അത് നമുക്ക് നോക്കാം. പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ സ്റ്റീൽ കമ്പനികളിലൊന്നായ ടാറ്റ സ്റ്റീൽ ഉയർന്ന ഊർജ്ജ ഉപഭോഗവും സങ്കീർണമായ സപ്ലൈ ചെയിനുമുള്ള ഒരു വ്യവസായമാണ്. വ്യതിയാനമുള്ള ആഗോള ഡിമാൻഡ്, ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകൾ, സുസ്ഥിരത മെച്ചപ്പെടുത്താനുള്ള സമ്മർദ്ദം എന്നിവ ഇവർ നേരിടുന്നുണ്ടായിരുന്നു. ഇനി അതൊരു പ്രശ്നം, ഇവർക്കുണ്ടായിരുന്നൊരു പ്രശ്നം പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളായിരുന്നു. അൺപ്ലാൻഡ് ഡൗൺ ടൈം. യന്ത്രങ്ങളുടെ തകരാറുകൾ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുകയും നഷ്ടം വരുത്തുകയും ചെയ്തു. ഉയർന്ന ഊർജ്ജ ചെലവ്. സ്റ്റീൽ ഉൽപ്പാദനം വളരെയധികം ഊർജ്ജം ഒന്നായതിനാൽ വൻതോതിൽ ഊർജ്ജം പാഴായിപ്പോയിരുന്നു. സുസ്ഥിരത സമ്മർദ്ദം. കാർബൺ ഉദ്വമനവും ഊർജ്ജ ഉപയോഗവും കുറയ്ക്കാൻ കമ്പനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരമായി അവർ ചെയ്തത് ഇൻഡസ്ട്രി 4.0 സ്വീകരിക്കലായിരുന്നു. അതായിരുന്നു ഒരു സൊല്യൂഷൻ. അതായത് IoT അധിഷ്ഠിത സെൻസറുകൾ, താപനില, വൈബ്രേഷൻ, മർദ്ദം എന്നിവ നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. താപനില, മർദ്ദം, വൈബ്രേഷനൊക്കെ ഉപയോഗിക്കാനായിട്ട്, നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവയാണ്. പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്. മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് യന്ത്രങ്ങൾ എപ്പോൾ തകരാറിലാകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചു. ബിഗ് ഡേറ്റ ഇൻ്റഗ്രേഷൻ. ഊർജ്ജ ഉപഭോഗവും അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗവും ഒപ്റ്റിമൈസ് ചെയ്യാൻ ഡേറ്റ വിശകലനം ചെയ്തു. ഓട്ടോമേഷൻ ആൻഡ് സ്മാർട്ട് എനർജി മാനേജ്മെൻറ്റ്. ഊർജ്ജപ്രവാഹം ക്രമീകരിക്കാൻ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചു. ഇതിൻ്റെ ഒരു ഔട്ട്കം, അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് യന്ത്രങ്ങൾ തകരാറിലാകുന്ന സമയം, ഡൗൺ ടൈം 20% വരെ കുറഞ്ഞു. ഊർജ്ജ പാഴാക്കൽ കുറയ്ക്കുകയും കാർബൺ ബ്യൂട്ട്പ്രിന്റ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുമായി പൊരുത്തപ്പെട്ടു. ഇനി മൂന്നാമതൊരു കേസ് സ്റ്റഡിയാണ് ആമസോൺ സ്മാർട്ട് വെയർ ഹൗസുകൾ.
USA ആൻഡ് ഗ്ലോബൽ ഓപ്പറേഷൻസ്. പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1994 ഒരു ഓൺലൈൻ പുസ്തകശാലയായി ആരംഭിച്ച ആമസോൺ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് ലോജിസ്റ്റിക്സ് കമ്പനികളിലൊന്നാണ്. വേഗതയേറിയതും കൃത്യവുമായ ഓർഡർ ഡെലിവറിയെ ആശ്രയിച്ചാണ് ആമസോണിൻ്റെ വിജയം. ഇവയ്ക്കൊരു പ്രശ്നമുണ്ടായിരുന്നത് ഓർഡറുകളുടെ സങ്കീർണത. ദശലക്ഷക്കണക്കിന് ഓർഡറുകൾ കൃത്യസമയത്ത് പാക്ക് ചെയ്ത് എത്തിക്കുക എന്നത് കഠിനമായിരുന്നു. തൊഴിലാളികളുടെ കുറവ്. പരമ്പരാഗത വെയർഹൗസുകൾ മനുഷ്യവിഭവശേഷിയെ അമിതമായി ആശ്രയിച്ചിരുന്നത് കാര്യക്ഷമതാക്കുറവിനും ഉയർന്ന തൊഴിൽ ചിലവിനും കാരണമായി. കൃത്യതയിലെ കുറവ്. മാനുവൽ പാക്കിങ്ങിൽ പിഴവുകൾ വരാൻ സാധ്യത കൂടുതലായിരുന്നു. പരിഹാരം ഇൻഡസ്ട്രി 4.0 വഴിയുള്ള സ്മാർട്ട് വെയർഹൗസിംഗ് സൊല്യൂഷനായിട്ട് കണ്ടെത്തിയതാണ് അവർ. റോബോട്ടിക്സ് ഓട്ടോമേഷൻ. 2012 കിവ സിസ്റ്റംസ് ഇപ്പോൾ ആമസോൺ റോബോട്ടിക്സ് സ്വന്തമാക്കുകയും ഷെൽഫുകൾ തൊഴിലാളികളുടെ അടുത്തേക്ക് നേരിട്ടെത്തിക്കാൻ മൊബൈൽ റോബോട്ടുകളെ വിന്യസിക്കുകയും ചെയ്തു. IoT സെൻസറുകൾ. സപ്ലൈ ചെയിനിലുടനീളം സാധനങ്ങൾ ട്രാക്ക് ചെയ്യാൻ സെൻസറുകളും ബാർകോഡുകളും ഉപയോഗിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. ഓർഡറുകൾ മുൻകൂട്ടി പ്രവചിക്കാനും ഡെലിവറി റൂട്ടുകൾ നിർദ്ദേശിക്കാനും AI അൽഗോരിതങ്ങൾ സഹായിക്കുന്നു. ബിഗ് ഡേറ്റ ആൻഡ് പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ്. ഉപഭോക്തൃ പെരുമാറ്റം വിശകലനം ചെയ്യാൻ ദിവസേനയുള്ള ലക്ഷക്കണക്കിന് ഇടപാടുകളുടെ ഡേറ്റ ഉപയോഗിക്കുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ചില കേന്ദ്രങ്ങളിൽ AR ഗ്ലാസുകൾ ഉപയോഗിച്ച് തൊഴിലാളികൾക്ക് സാധനങ്ങൾ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. നെക്സ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. AWS ആമസോൺ വെബ് സർവീസസ് ആഗോളതലത്തിലുള്ള ഏകോപനവും തത്സമയ പ്രോസസ്സിങ്ങും സാധ്യമാക്കുന്നു. ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് വേഗത്തിലുള്ള ഡെലിവറിയാണ്. പ്രൈം 1-2 അവർ ഡെലിവറികൾ സാധ്യമാക്കി. പിഴവുകൾ കുറഞ്ഞു. ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ ഓർഡറുകളിലെ പിഴവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ വലിയൊരു യൂണിറ്റാണ്. ഇതിൽ തന്നെ ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് 1 മാർക്കിന് 2 മാർക്കിന് 5 മാർക്കിന് 15 മാർക്കിന് എന്നിങ്ങനെ ചോദിക്കാം. നാളെ എസ്സേ ക്വസ്റ്റ്യൻ വരെയുള്ള ഒരു ചാപ്റ്ററാണിത്. ടെക്നോളജീസ് ഓഫ് ഇൻഡസ്ട്രി ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ ചലഞ്ചസും ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബ്ലോക്കിൽ അടുത്ത യൂണിറ്റുമായിട്ട് ഉടൻ തന്നെ കാണാം.